ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മൃഗായുർവേദത്തെക്കുറിച്ചാണ്. 2023 ഡിസംബർ ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു ക്ലാസ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് ഇത്ര ലേറ്റായി എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ, ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയേണ്ടി വരും. അന്ന് അറ്റൻഡ് ചെയ്ത ആ ക്ലാസ്സിൻ്റെ വീഡിയോസ് ഒന്നും അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ എന്തൊക്കെ മനസ്സിലായി, എനിക്ക് കിട്ടിയ അല്ലെങ്കിൽ ഞാൻ നോട്ട് ചെയ്ത പോയിൻറ്റ്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കാം. എന്താണ് മൃഗായുർവേദം അല്ലെങ്കിൽ പുരാതന വെറ്റിനറി സയൻസ് എന്ന ആശയം? പുരാതന കാലത്ത് നിലനിന്നിരുന്ന സമഗ്രമായ മനുഷ്യനും മൃഗവും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. കാലങ്ങളായി മൃഗങ്ങൾ മനുഷ്യൻ്റെ ഒരു നല്ല സഹായിയാണ്. ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും ഗതാഗതം ചെയ്യുന്നതിനും തുടങ്ങി നിരവധി ആവശ്യങ്ങൾക്കായി മനുഷ്യൻ മൃഗങ്ങളെ ഉപയോഗിക്കുകയും മൃഗങ്ങളെയും പക്ഷികളെയും വേട്ടയാടി ഉപജീവനം കഴിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ക്രമേണ അവൻ ജനവാസ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതോടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തി മൃഗങ്ങളുമായും പക്ഷികളുമായും നല്ല ഒരു സമവാക്യം വളർത്തിയെടുക്കുകയും അവയുമായി അടുത്ത ബന്ധം വളർത്തിയെടുക്കുകയും ചെയ്തു. പല മൃഗങ്ങളും അവൻ്റെ വളർത്തുമൃഗങ്ങളായി മാറി. മൃഗങ്ങൾ പുരാതന ആര്യന്മാരുടെ സമ്പത്തായി മാറി. കൃഷിപ്പണികൾക്കും വാഹനങ്ങൾ വലിക്കുന്നതിനും അവയെ ഉപയോഗിച്ചു തുടങ്ങി. ആനകളെയും കുതിരകളെയും മറ്റും യുദ്ധങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെട്ടത് ഗജായുർവേദത്തിനെ കുറിച്ചാണ്. എന്താണ് ഗജായുർവേദം? അതിനെക്കുറിച്ച് നമ്മൾ അറിയണം. അതുമാത്രമല്ല, മൃഗായുർവേദത്തിൽ പശുവിനെ കുറിച്ചുള്ള ആയുർവേദം, അതിനെ ഗോ ആയുർവേദം അല്ലെങ്കിൽ ഗവായുർവേദം, പിന്നെ അശ്വായുർവേദം, അങ്ങനെ ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗജായുർവേദം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗജായുർവേദത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എടുത്തത് ഡോക്ടർ എൻ ദേവൻ നമ്പൂതിരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, അറിവ്, ഇതൊക്കെ എത്രമാത്രം വലുതാണെന്ന് ആ ഒരു ചെറിയ ക്ലാസ് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടാനും പോയിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഭാനു ഉണ്ടായിരുന്നു, പിന്നെ അനീഷ് സാർ ഉണ്ടായിരുന്നു. ആനകളുടെ ചികിത്സയും ആരോഗ്യ സംരക്ഷണത്തെയും കുറിച്ചാണ് ഗജായുർവേദം സംസാരിക്കുന്നത്. ഗജായുർവേദത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രചാരമുള്ള ഗ്രന്ഥങ്ങൾ സനകായനൻ്റെ മകനായ പാലകാപ്യ ഋഷി എഴുതിയ ഹസ്തി ആയുർവേദം, ഗജശാസ്ത്രം എന്നിവയാണ്. അംഗദേശ രാജാവായ രാജ റോമപാദൻ്റെ കൊട്ടാരത്തിൽ കാട്ടാനകളെ ഇണക്കി വളർത്തുന്നതിൽ അദ്ദേഹം വിദഗ്ധനായിരുന്നു. അദ്ദേഹം BC 1-ാം നൂറ്റാണ്ടിൽ ജനിച്ചു. 1849 ആനന്ദാശ്രമം സംസ്കൃത പരമ്പരയാണ് ഹസ്തി ആയുർവേദം പ്രസിദ്ധീകരിച്ചത്. 1958 തഞ്ചാവൂരിൽ സരസ്വതി മഹൽ ലൈബ്രറിയാണ് പൂനെ ഗജ ആയുർവേദം പ്രസിദ്ധീകരിച്ചത്. ഹസ്തി ആയുർവേദം 160 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്നു. മഹാരോഗസ്ഥാനങ്ങൾ, ക്ഷുദ്രരോഗസ്ഥാനം, ശല്യസ്ഥാനം, ഉത്തരസ്ഥാനം എന്നിങ്ങനെ 4 ഭാഗങ്ങളുണ്ട്. ശാലിഹോത്ര സംഹിതയുടെ രചയിതാവായ ശാലിഹോത്രൻ ആണ് അശ്വായുർവേദത്തിൻ്റെ ഗ്രന്ഥമായ തുരങ്ക ആയുർവേദം അല്ലെങ്കിൽ അശ്വായുർവേദം എന്നറിയപ്പെടുന്ന പുസ്തകം രചിച്ചത്. ഹയ, തുരങ്ക, അശ്വ എന്നിവ പര്യായങ്ങളാണ്. അവയെല്ലാം കുതിര എന്നാണ് അർത്ഥമാക്കുന്നത്. ആയുർവേദ രീതിയിൽ കുതിരയുടെ ചികിത്സാ വശങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ശാലിഹോത്രൻ രചിച്ച ഈ ഗ്രന്ഥം. ഇതിൽ കുതിരകളുടെ സ്വഭാവം, കുതിരകളുടെ വംശങ്ങളുടെയും നിറങ്ങളുടെയും വൈവിധ്യങ്ങൾ, കുതിരയുടെ പ്രായത്തിനെ തിരിച്ചറിയാനുള്ള സവിശേഷതകൾ, കുതിരകളെ നിയന്ത്രിക്കാനുള്ള വഴികൾ എന്നിവയെക്കുറിച്ചൊക്കെ പറയും. മധ്യകാലഘട്ടത്തിൽ മൃഗചികിത്സയുമായി ബന്ധപ്പെട്ട നിരവധി ചികിത്സകൾ സംസ്കൃതത്തിൽ നിന്ന് അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ചരിത്രപരമായ തെളിവുകളും ഇതിന് ലഭിച്ചിട്ടുണ്ട്. മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങളിലും മൃഗചികിത്സയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ലഭ്യമാണ്. പശുക്കളെയും കുതിരകളെയും ചികിത്സിക്കുന്നതിൽ വിദഗ്ധന്മാരായിരുന്ന പാണ്ഡവ സഹോദരന്മാരായ നകുലനെയും സഹദേവനെയും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പനികളെക്കുറിച്ച് നോക്കാം. കുതിരയുടെ പനിയുടെ പേര് അമിതാഭ, പശുവിനാണെങ്കിലും ഈശ്വരൻ. ആനയുടെ പനിയുടെ പേര് പാലക, കഴുതയുടെ പനിയുടെ പേര് ഘോരക, ഒട്ടകത്തിനാണെങ്കിൽ അലാസക, ആടിൻ്റെ പനിയുടെ പേര് പ്രലാപകം, ഉരകങ്ങളിൽ അറിയപ്പെടുന്ന പനി കഷ്ണിഷ, എരുമയുടെ പനിയുടെ പേര് ഹരിദ്രക, നായയുടെ പനിയുടെ പേര് അലർക്ക, മത്സ്യങ്ങളിലുണ്ടാകുന്നത് ഇന്ദ്രമാല, മാനുകളിലുണ്ടാകുന്നത് മൃഗ, പക്ഷികളിലുണ്ടാകുന്നത് അഭിതാപ. ഇത്തരത്തിലുള്ള പുതിയ അറിവുകളാണ് എനിക്ക് അവിടെ നിന്ന് സമ്പാദിക്കുവാൻ കഴിഞ്ഞത്. അങ്ങനെ വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. പ്രഗത്ഭരായ ഒരുപാട് വ്യക്തികളുമായിട്ട് സംസാരിക്കാനും
ഒക്കെ അതിലൂടെ സാധിച്ചു. പക്ഷേ കൂടുതൽ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നതിന് കാരണമെന്ന് വെച്ചാൽ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ അന്നത്തെ ദിവസത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായതെന്ന് വെച്ചാൽ ദേവൻ നമ്പൂതിരിയെ പരിചയപ്പെടാൻ പറ്റി. അതുപോലെ ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സേതുമാധവൻ സാറാണ്. അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടറല്ല, ബട്ട് എത്തിനോ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രഗത്ഭനായ വ്യക്തിയാണ്. പിന്നെ ഡോക്ടർ കാത്തി, അവർ അബ്രോഡിൽ നിന്നായിരുന്നു. അവരോടും സംസാരിക്കാൻ പറ്റി. അങ്ങനെ ഈ കാര്യം ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. കാരണം എനിക്ക് എൻ്റെ ഡെലിഗേറ്റ് പാസ് കിട്ടാനായിട്ട് കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ച് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ക്ലാസ് കേൾക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പല ക്ലാസ്സുകളും എനിക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. എനിവേ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സെങ്കിലും നല്ലതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റണേ എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. സോ താങ്ക്സ് ഫോർ ദ വണ്ടർഫുൾ ഡേ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റ്. അപ്പോൾ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.